അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പാവയ്ക്ക മെഴുക്കുരട്ടാനാണ്. എങ്ങനെയാണ് മെഴുക്കുരട്ടണതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ഞാൻ ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. ഇതിനകത്തുള്ള നമുക്ക് അരിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാണ്ടോ, കട്ടി കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. പാവയ്ക്ക സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഈ പാവയ്ക്ക് മെഴുക്കുരട്ടാൻ നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി പാവയ്ക്ക ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ എരിവിന് വേണ്ടി ഒരു 8 കാന്താരി മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ 2 തവണ ഇളക്കി കൊടുത്തായിരുന്നു. ഈ രീതിയിൽ നിങ്ങൾ പാവയ്ക്ക വെച്ചാലും ഇതിൽ കയ്പ്പൊന്നും കാണത്തില്ല. ഈ പാവയ്ക്കയ്ക്ക് ഒരു ചെറിയ കയ്പ്പുണ്ടല്ലോ, അതൊന്നും കാണത്തില്ല ഞാൻ വെക്കുന്ന ഈ രീതിയിൽ നിങ്ങൾ വെച്ചാൽ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുമ്പോഴാണ് ഇതിൻ്റെ കയ്പ്പ് ഒക്കെ മാറുന്നത്. ഒന്ന് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇനി നമുക്കൊന്ന് തുറക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പാവയ്ക്കയ്ക്ക് കയ്പ്പൊന്നും കാണത്തില്ല ഇതുപോലെ വെച്ചാൽ. പാവയ്ക്ക എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫാക്കി കൊടുക്കാം. പാവയ്ക്കൊക്കെ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്, ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.